ഹലോ മക്കളെ, റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്നുള്ളൊരു വീഡിയോ സീരീസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഈ വീഡിയോ സീരീസിൽ ഒരു 10-15 ടോപ്പിക്കുകൾ എനിക്ക് പബ്ലിഷ് ചെയ്യാനുണ്ട്. ഓരോരോ ടോപ്പിക്കുകൾ ഓരോ വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളതാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ തന്നെ തംബ്നെയിലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഡേ എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ. ബേസിക്കലി നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോങ് ടേം വർക്ക്. നമുക്കൊരു 200, 250, 300 ഡേയ്സ് കണ്ടിന്യൂസ്ലി പണിയെടുക്കുന്ന സമയത്താണ് നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നിടത്ത് സക്സസ് ഉണ്ടാവുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ പല സീനിയേഴ്സിൻ്റെയും കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവർ അടിപൊളിയായിട്ട് പഠിച്ച് +2 നല്ല മാർക്ക് വാങ്ങി കഷ്ടപ്പെട്ട് റിപ്പീറ്റ് ചെയ്ത് നല്ല സെൻറ്ററുകളിൽ തന്നെ പോയിട്ട് അടിപൊളിയായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടും ഒരു റിസൾട്ട് പോലും കിട്ടാതെ വന്നിട്ടുണ്ടാവും. ബേസിക്കലി ഇതിൻ്റെ ഒരു റീസൺ നമ്മളൊരു ഡേ സ്പെൻഡ് ചെയ്യുന്നതിലുള്ള പ്രശ്നത്തിലായിരിക്കും നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഒരു ഡേ സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് എത്ര മണിക്കൂർ പഠിക്കണം, എത്ര മണിക്കൂർ ബ്രേക്ക് എടുക്കണം, എങ്ങനെയൊക്കെയാണ് ഉറങ്ങേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മളൊരു ഹോൾ ഡേ വേണ്ടതെന്നുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരു ഡേ എങ്ങനെയായിരിക്കണം പോകേണ്ടതെന്നുള്ള കാര്യം. ഇത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, 200 ഡേയ്സ്, 250 ഡേയ്സ്, 300 ഡേയ്സ് കണ്ടിന്യൂസ്ലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മനക്കരുത്ത് നമ്മൾ അച്ചീവ് ചെയ്യണം എന്നുള്ളതാണ് കാര്യം. സോ നമുക്ക് അതിൻ്റെ പ്രോപ്പർ വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മണിക്കൂർ ഇരിക്കണം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡോപ്പയിലുള്ള ആളുകൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ എത്ര മണിക്കൂർ ഇരിക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ അതിനുള്ള ക്വാളിറ്റി എത്ര കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ഒരു 10 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്ന കുട്ടിയാണെന്ന് വിചാരിച്ചോ, അത് മതിയാകും. ഒരു പക്ഷേ 16 മണിക്കൂറോ 17 മണിക്കൂറോ ഇരിക്കുന്നതിനേക്കാൾ നിങ്ങളൊരു 10 മണിക്കൂർ ഇരിക്കുന്നത് മതിയാവും എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതിൻ്റെ ഒരു അതർ സൈഡിൽ നിന്ന് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, സപ്പോസ് ഞാൻ ചോദിക്കാം, 10 മണിക്കൂർ നിങ്ങൾ പഠിക്കാനിരുന്നു, ബാക്കി നിങ്ങൾക്ക് ഒരു 14 മണിക്കൂർ ഒരു ദിവസത്തിലുണ്ട്. അതിനകത്തൊരു 7 മണിക്കൂർ നമ്മൾ കിടന്നുറങ്ങി, പിന്നെ ഒരു 7 മണിക്കൂർ ബാക്കിയുണ്ട്. ഭക്ഷണം കഴിക്കാനൊക്കെ ഒരു 2-3 മണിക്കൂർ നമ്മൾ ഉപയോഗിച്ചു, പിന്നെ ഒരു 4 മണിക്കൂർ ബാക്കിയുണ്ട്. ഈ ബാക്കിയുള്ള 4 മണിക്കൂർ സമയം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ റിസൾട്ട് നിശ്ചയിക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 മണിക്കൂർ സമയം നിങ്ങൾ വെറുതെ ഇരിക്കാൻ മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ്. വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിക്ക് ഈ സമയത്ത് പോവുകയാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് മോശമാകാനാണ് കൂടുതൽ സാധ്യത. എന്ന് പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആയോ? ബേസിക്കലി ഇത്രേ പറയാൻ. റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എത്ര സമയം പഠിക്കുന്നു എന്നുള്ളതിനേക്കാൾ നമ്മൾ വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് നമ്മളുടെ ഒരു ഡേയിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ റിസൾട്ടിനെ ബാധിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഇന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ മൊത്തം പഠിച്ചു തീർത്തു, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സിനിമ കാണാൻ വേണ്ടി പോയി. അല്ലെങ്കിൽ ഇന്ന് പഠിക്കാനുള്ള സാധനങ്ങൾ മൊത്തം നമ്മൾ പഠിച്ചു തീർത്തു, അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇൻസ്റ്റാഗ്രാമിൽ റീൽ കണ്ടുകൊണ്ടിരുന്നു. ഇന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ മൊത്തം പഠിച്ചു തീർത്തു, എന്നിട്ട് ടൗണിലൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോയി. സോ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പഠിച്ചു തീർത്തതിന് ശേഷവും നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. അവിടെ കുറേ ആളുകളെ പരിചയപ്പെടുന്നുണ്ട്, അവരായിട്ടുള്ളൊരു നെറ്റ്വർക്കിംഗ് സാധനങ്ങൾ വരുന്നുണ്ട്, സോഷ്യലൈസേഷൻ പാർട്ട് വരുന്നുണ്ട്, ചില കമ്മിറ്റ്മെൻറ്റുകൾ വരുന്നുണ്ട്. ഇതിലേക്കൊക്കെ പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പാർട്ട് ഈവൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വരെ ഈ കഴിഞ്ഞിട്ട് ചെയ്യാനുള്ള കാര്യത്തിനെ പറ്റി ആലോചിച്ചിരിക്കും. മേ ബി നമുക്കൊരു ഫ്രണ്ട് ഉണ്ടാവും, ആ ഫ്രണ്ടിനോട് വളരെ സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ട് നമ്മൾ സംസാരിക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ നമ്മൾ കളിക്കാൻ വേണ്ടി പോകുന്നുണ്ട്, അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇന്നലത്തെ കളി തോറ്റുള്ള ഒരാളായിരിക്കും, നാളത്തെ കളി ജയിക്കണം എന്നുള്ളതായിരിക്കും നമ്മുടെ തോട്ടിലുണ്ടാവുക. ചിലപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വെബ് സീരീസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, അപ്പോൾ അതിനകത്ത് നമുക്ക് അതിൻ്റെ ബാക്കി പാർട്ടിൽ എന്താ നടക്കുക എന്നുള്ളതായിരിക്കും നമുക്ക് അറിയാനുള്ളത്. അല്ലെങ്കിൽ പുതിയൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടാവും, ആ സിനിമയുടെ വിശേഷങ്ങൾ എന്താണെന്ന് അറിയാനായിരിക്കും നമുക്ക് വിചാരിക്കുന്നുണ്ടാവുക. ഇങ്ങനത്തെ തോട്ടുകൾ നമ്മുടെ പഠിക്കുന്ന സമയത്ത്, നമ്മളിപ്പോൾ പഠിക്കാനുള്ളത് പഠിച്ച് തീർത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഈ സാധനങ്ങൾ നമ്മളെ തോട്ടിനെ ഇങ്ങനെ ഇൻ്റർവീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. സോ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ പറയുകയാണ്, ഒരു 12 മണിക്കൂർ പഠിച്ചിട്ട് വേറൊരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ പോലും എന്ത് സംഭവിക്കും, നമുക്കത് കൊളാവാനുള്ള സാധ്യതയുണ്ട്. സോ ബേസിക് റൂളാണ്, ഒരു ഡേ എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പം ആ ഡേ പഠനത്തിന് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യണം. അതായത് ഫുൾ ടൈം പഠിക്കണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. നിങ്ങളൊരു 10 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്കുള്ള 14 മണിക്കൂറുകളിൽ യു ഡോണ്ട് ഡു എനിത്തിങ് എൽസ്. വെറുതെ ഇരുന്നാൽ മതി. വേണമെങ്കിൽ 14 മണിക്കൂർ നിങ്ങൾ കിടന്നുറങ്ങിക്കോ, എന്നാലും കുഴപ്പമില്ല. ബട്ട് ഡോണ്ട് സ്പെൻഡ് ടൈം ഫോർ സംതിങ് എൽസ്. ബിക്കോസ് അത് കണ്ടിന്യൂസ്ലി ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു സാധനങ്ങളായിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ തോട്ടിനെ ഇൻ്റർവീൻ ചെയ്യാനുള്ള ഒരു സാധനങ്ങളായിട്ട് വരാനുണ്ട്. സോ അതുകൊണ്ട് എന്ത് ചെയ്യരുത്, ഈ സാധനങ്ങളൊന്നും, ട്രസ്റ്റ് മീ, ഈ സാധനങ്ങളൊന്നും നിങ്ങൾ ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് കാര്യം. സോ എത്ര സമയം പഠിക്കണം സാറേ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പറയാം, നിങ്ങൾ എത്ര സമയം വേണമെങ്കിലും പഠിച്ചോ, വേറെ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവരുത്. പക്ഷേ അത് പറയുന്ന സമയത്ത് ഇപ്പോൾ ഓൺലൈനിൽ നിൽക്കുന്ന ആൾക്കാർ ഓൺലൈൻ ബാച്ച് വളരെ എഫിഷ്യൻ്റായിട്ട് നമുക്ക് റൺ ചെയ്യുന്ന ഓൺലൈൻ ബാച്ച് ഉണ്ട്. അപ്പോൾ അവർ വിചാരിക്കും എന്നാൽ വീട്ടിലൊരു പണിയും ചെയ്യാൻ പാടില്ല, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയല്ല, വി ഹാവ് സെർട്ടൻ റെസ്പോൺസിബിലിറ്റീസ്. എന്തൊക്കെയാണ് നമുക്ക് ഏറ്റവും ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി? ഞാൻ പറയാം, ദാറ്റ് ഈസ് വി ഹാവ് ടു സ്ലീപ്പ്. ഒരു 6-7 hours നമ്മൾ ഉറങ്ങുക എന്നുള്ളത്. ഞാൻ പറയാം, 6 hours താഴെ ഉറങ്ങിയിട്ട് നമുക്ക് ഒരു കാരണവശാലും നമുക്ക് എൻട്രൻസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മുടെ ബ്രെയിൻ വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത്. ബ്രെയിനിന് പ്രോപ്പർലി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ്. ബ്രെയിൻ
പ്രോപ്പർലി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല റിസൾട്ടിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. നല്ല രൂപത്തിൽ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റണം, നല്ല രൂപത്തിൽ പഠിക്കാൻ വേണ്ടി പറ്റണം, ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റണം. ഇതിനൊക്കെ പ്രോപ്പർലി ബ്രെയിൻ റെസ്റ്റ് ആവണം. സോ ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി ഉറങ്ങുക എന്നുള്ളതാണ്. രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി 4 നേരം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. 4 നേരം എന്ന് പറഞ്ഞാൽ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രി ഭക്ഷണം കഴിക്കണം. സംതിങ് യു ഹാവ് ടു ഈറ്റ്. കാർബോഹൈഡ്രേറ്റ് വേണം, പ്രോട്ടീൻ വേണം, ലിപ്പിഡ് വേണം, കൃത്യ എമൗണ്ടിൽ വേണം, ആവശ്യത്തിന് കലോറീസ് ജനറേറ്റ് ആകാൻ പറ്റണം. യു ഹാവ് ടു ഈറ്റ്. യു ഹാവ് ടു ഡ്രിങ്ക് സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ. നിങ്ങളുടെ യൂറിൻ കളർ ചെക്ക് ചെയ്യുക. യൂറിൻ്റെ കളർ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ലൈക്ക് ഇറ്റ് ഷുഡ് ബി ലൈക്ക് സ്ലൈറ്റ് യെല്ലോ വരെ ഓക്കെയാണ്, പക്ഷേ മോർ ദാൻ സ്ലൈറ്റ് യെല്ലോ കളർ ഈസ് എ ഡേഞ്ചറസ് സൈൻ. നിങ്ങൾ ഡീഹൈഡ്രേറ്റഡ് ആണ്. നിങ്ങൾ ടെൻഷൻ അടിക്കാനും തലവേദന വരാനും ഈ ഡീഹൈഡ്രേഷൻ മാത്രം മതിയാവും എന്നുള്ളതാണ്. അപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞില്ലേ. ഒന്ന് ഉറക്കമാണ്, രണ്ടാമത്തേത് ഭക്ഷണമാണ്, മൂന്നാമത്തേത് വെള്ളം കുടിക്കലാണ്. ഈ 3 കാര്യങ്ങൾ ചെയ്യണം. 4ാമത്തെ കാര്യം നമ്മുടെ പേഴ്സണൽ ഹൈജീൻ തിങ്സും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ കുളിക്കുക. ഒരു നേരം കുളിക്കുന്ന ആൾക്കാർ, ഒരു നേരം കുളിച്ച് ഒരു നേരം മേലെ എഴുതുന്ന ആൾക്കാർ, 2 നേരം കുളിക്കുന്ന ആൾക്കാർ, പല ടൈപ്പ്. ബട്ട് യു ഹാവ് ടു ഡു ദാറ്റ്. നിങ്ങൾ ഡ്രസ്സ് അലക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ, ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. ആൻഡ് വീട്ടിലൊക്കെ ചെറിയ ജോലികൾ, അതായത് ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന റൂം ക്ലീൻ ചെയ്തിടുക, നിങ്ങൾ ഇരിക്കുന്ന റൂം അതിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക, തുണികൾ എടുത്ത് മടക്കി എടുത്ത് വെക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ദിസ് ഈസ് നോട്ട് ആൻ എക്സ്ട്രാ ജോബ്. ഇതൊരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ ആക്റ്റീവ്ലി ഇൻറ്റുയിറ്റായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ വേറൊരു കാര്യത്തിലേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബാക്കി സമയം മുഴുവൻ നമ്മൾ പഠിക്കാനിരിക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലത്. ആൾക്കാർ എന്നോട് ചോദിക്കും, സാർ രാവിലെ ഇരുന്ന് പഠിക്കുന്നതാണോ രാത്രി ഇരുന്ന് പഠിക്കുന്നതാണോ നല്ലതെന്നുള്ള കാര്യം. ദാറ്റ് ഈസ് യുവർ ചോയ്സ്. ബട്ട് ഒരു കാര്യം പറഞ്ഞു തരാം. നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ മെലറ്റോണിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോർമോൺ ഉണ്ട്. അതാണ് നമ്മുടെ ഈ ഡേ നൈറ്റ് സൈക്കിൾ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ. അത് വർക്ക് ചെയ്യുന്നത് ലൈറ്റ് സെൻസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഡേ ടൈമിൽ നമ്മളെ കൂടുതൽ ആക്റ്റീവായിട്ട് ഇരുത്താനും നൈറ്റ് ടൈമിൽ നമ്മളെ കൂടുതൽ കിടത്തി ഉറക്കാനുമാണ് നമ്മുടെ ഒരു നോർമൽ ബോഡി ശ്രദ്ധിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് നിങ്ങളുടെ ഉറക്കത്തിൻ്റെ സമയം നൈറ്റ് ടൈമിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. നൈറ്റ് ടൈം എന്ന് ഞാൻ പറയുന്ന സമയത്ത് ഇറ്റ് ക്യാൻ ബി ഫ്രം 2 മണി മുതൽ രാവിലെ 8 മണി വരെ ആവാം. ഇത് ഓക്കെയാണ്. രാത്രി 10 മണി മുതൽ 4 മണി വരെ കിടന്നുറങ്ങാം. ദാറ്റ് ഈസ് ഓൾസോ ഓക്കെ. രാത്രി 8 മണി മുതൽ രാത്രി 2 മണി വരെ കിടന്നുറങ്ങാം. അതും ഓക്കെയാണ്. പക്ഷേ അത് നിങ്ങളുടെ ചോയ്സ് ആണ് എന്നുള്ളതാണ് ഞാൻ പറയുക. പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഐ ആം ലൈക്ക് എ 11 o'clock പേഴ്സൺ. 11-11:30 ഞാൻ കിടന്നുറങ്ങും. ഒരു 6 o'clock ആകുമ്പോൾ എണീക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അതുപോലെ തന്നെ ആവണമെന്നില്ല. ഇത്തവണ നമ്മളെ ടോപ്പ് റിസൾട്ട് കിട്ടിയ കുട്ടികൾ, ഇപ്പോൾ ലിബ എന്നോട് ഇൻ്റർവ്യൂവിൽ ലിബ പറയുന്നത് ലിബ വാസ് സ്റ്റേയിങ് അപ് ടിൽ 1 o'clock. 1 o'clock വരെ ഇരുന്ന് ഉറങ്ങിയിട്ട് രാവിലെ 7 മണി 7:30 ആകുമ്പോൾ എണീക്കുന്ന ആളായിരുന്നു. ഇനി ഇതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് രാത്രി 10:30 കിടന്നുറങ്ങിയിട്ട് 4:30 എണീറ്റ് പഠിക്കുന്ന ടോപ്പേഴ്സിനെ കണ്ടിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് യുവർ ചോയ്സ്. എത്ര മണി മുതൽ എത്ര മണി ഉറങ്ങുന്നത്. പക്ഷേ ചില ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്, രാത്രി മുഴുവൻ എണീറ്റ് നിന്ന് പഠിക്കും, അണ്ട് പകൽ മുഴുവൻ കിടന്നുറങ്ങും. ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് തിങ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യം. പിന്നെ ഡോപ്പയിലെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഇൻസ്ട്രക്ഷൻസ് അത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കാൻ വേണ്ടിയിട്ടുള്ള സമയം നിങ്ങൾ എടുത്തു വെക്കണം. അതായത് നിങ്ങൾക്ക് മോർണിംഗ് മീറ്റിംഗ് ഉണ്ട് 8:45 എല്ലാ ദിവസവും ഡയറക്ടേഴ്സ് വന്നിരുന്നിട്ട് എങ്ങനെ പഠിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളതിനും പറയുന്ന മോർണിംഗ് മീറ്റിംഗ് ഉണ്ട്. യു ഹാവ് ടു അറ്റൻഡ് ഇറ്റ്. ദാറ്റ് ഈസ് എ മാൻഡേറ്ററി തിങ്. അതുപോലെ തന്നെ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് മെസ്സേജസ് വരും. നമ്മുടെ ക്ലാസ് റൂം ഗ്രൂപ്പിൽ റെസിഡൻഷ്യലുള്ള കുട്ടിയാണെങ്കിലും വാട്സാപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഓൺലൈനുള്ള കുട്ടിയാണെങ്കിലും നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ നമ്മുടെ മെൻറ്റേഴ്സിൻ്റെ കോർഡിനേറ്റേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻസ് വരും. ഇന്നിങ്ങനെ ചെയ്യണം, ഇന്ന പോലെയാണ് പോകേണ്ടത്, ഇങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള രൂപത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് വരും. ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ 8:45 എല്ലാ ദിവസവും എല്ലാ റിപ്പീറ്റേഴ്സും മോർണിംഗ് മീറ്റിംഗ് നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ദിവസത്തിൽ ഒരു 3 നേരം സമയം നമ്മൾ സെറ്റ് ചെയ്യണം. ഇപ്പോൾ രാവിലെ ഏർലി മോർണിംഗ് എണീറ്റ ഉടനെ തന്നെ രാത്രിയിൽ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്, ഉച്ചയ്ക്ക് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ടോ എന്ന്, അതുപോലെ തന്നെ ഈവനിങ്ങിൽ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 നേരം നമ്മുടെ ഗ്രൂപ്പിലുള്ള മെസ്സേജസ്, ഇൻസ്ട്രക്ഷൻസ്, എസ്പെഷ്യലി കോർഡിനേറ്റർ, മെൻറ്റർ, ഡയറക്ടർ, ഈ 3 ആൾക്കാർ നിങ്ങൾക്ക് എന്ത് തരുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. ഈ ഇൻസ്ട്രക്ഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം വെക്കാം. സോ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്ത് തരാണ്, ഒരു ദിവസം എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓൺ യുവർ വിൽ, നിങ്ങളുടെ ഇഷ്ടത്തിനാണ്. പക്ഷേ നമ്മുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റീസ് ആയിട്ടുള്ള ഉറക്കം, ഭക്ഷണം, വെള്ളം കുടിക്കൽ, നമ്മുടെ ഹൈജീൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ റെസ്പോൺസിബിളായിട്ട് തന്നെ ചെയ്യുക. ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ലൈക്ക് നമ്മുടെ റൂം ക്ലീൻ ചെയ്ത് വെക്കുക, നമ്മുടെ തുണി മടക്കി വെക്കുക, നമ്മുടെ തുണി അലക്കിയിടുക, ഇതൊക്കെ ചെയ്യാം. ഇതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇതിനപ്പുറത്തേക്കുള്ളൊരു എൻജോയ്മെൻറ്റ് ആക്ടിവിറ്റീസ് ലൈക്ക് മേ ബി സിനിമ കാണുക, റീൽ കാണുക, യൂട്യൂബിൽ പോവുക, കറങ്ങി നടക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, ഈ സാധനങ്ങളിൽ നിന്ന് മുഴുവനായിട്ടും വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒഴിവാക്കി വെച്ചിട്ട് നിങ്ങൾ 10 മണിക്കൂർ പഠിച്ചാലും 12 മണിക്കൂർ പഠിച്ചാലും 14 മണിക്കൂർ പഠിച്ചാലും ഒക്കെ ഓക്കെ തന്നെയാണ് എന്നുള്ളതാണ് പറയാനുള്ള കാര്യം. സോ എത്ര സമയം നിങ്ങൾ പഠിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഒരു ഫ്രീ വില്ലിൽ നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മുഴുവൻ നിർദ്ദേശങ്ങളും ഓരോ സാധനങ്ങളും ഓരോരോ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് നമ്മൾ ചെയ്ത് നമുക്ക് ഇട്ട് തരുന്നുണ്ടാവും. എന്ത് ഡൗട്ട്, എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യത്തിൽ, അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്നുള്ള വീഡിയോസ്
സീരീസിൽ. ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാം, താഴെ ഒരു കമൻറ്റായിട്ട് ഇവിടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യാം, ഞാനത് അടുത്തടുത്ത വീഡിയോസ് ആയിട്ട് ചെയ്ത് തരാം. എനിക്ക് തോന്നുന്നു ഒരു 10-15 കാര്യങ്ങൾ ഞാൻ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോസ് തൊട്ടടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്ത് തരും, റിലീസ് ചെയ്ത് തരും. ആ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നിങ്ങളുടെ ഡൗട്ടുകൾ കമൻറ്റായിട്ട് ആഡ് ചെയ്ത് വെച്ചോ. നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നോരോന്നായിട്ട് ചർച്ച ചെയ്യാം, ഓരോന്നോരോന്നായിട്ട് കാണാം. സോ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളൊരു ഡേ സെറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചോ. അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആയെന്നുള്ള കാര്യം കൂടി പറഞ്ഞോ. സോ ലെറ്റ്സ് സീ ഓൺ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.